സി ജോർജ് വിഷയത്തിൽ വലിയ നടപടിയുമായി കേന്ദ്രം രംഗത്തു വരികയാണ്. സി ജോർജും മകൻ ഷോൺ ജോർജും മുനപ്പം വിഷയത്തിൽ ഇടപെട്ടതും ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുമൊക്കെ കേന്ദ്ര നേതൃത്വത്തെ, അതായത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ ആശ്വാസത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവർ ഒപ്പം കൂട്ടാൻ ഷോൺ ജോർജിനും സി ജോർജിനും കഴിയുമെന്ന് BJP അതിയായി വിശ്വസിക്കുന്നുണ്ട്. മുനമ്പം വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് ഷോൺ ജോർജ് അടക്കമുള്ളവർ മുനമ്പത്തെത്തി അവിടുത്തെ ജനങ്ങളോടൊപ്പം സംസാരിച്ചതും വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ചതുമൊക്കെ മുനമ്പത്തെ ക്രൈസ്തവരെ BJPയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. മാത്രമല്ല സി ജോർജിൻ്റെ പല പ്രസ്താവനകളും ക്രൈസ്തവർ ഒപ്പം നിൽക്കുന്ന ലവ് ജിഹാദ് പോലെയുള്ള പ്രസ്താവനകൾ ക്രൈസ്തവർ ഒപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സി ജോർജിനെതിരെ എപ്പോൾ വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് കേസ് എടുക്കുന്ന രീതി ഉണ്ടായാലും പലപ്പോഴും ക്രൈസ്തവർ ഒപ്പം നിൽക്കുന്ന രീതിയാണ് കാണുന്നത്. ഈ രീതി ഒരുപക്ഷെ BJPയെ ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ അടുപ്പിക്കാൻ സി ജോർജിന് കഴിയും എന്നുള്ള ഒരു വിശ്വാസം സംസ്ഥാന നേതൃത്വത്തിനില്ല എങ്കിലും കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. നേരത്തെ സി ജോർജിനെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു, മകനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം സംസ്ഥാനത്തെ BJPയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നിരവധി യുവാക്കളെ ഒപ്പം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കൈക്കൊള്ളുന്നത്. സി ജോർജ് വിഷയത്തിൽ എന്ത് നിലപാടാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിക്കാൻ പോകുന്നത്? കാരണം ഒരുപാട് വർഷത്തെ അനുഭവ പാരമ്പര്യമുള്ള നേതാവാണ് സി ജോർജ്. ഒരുപാട് വർഷത്തോളം MLA സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരാളാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരുപാട് തവണ ജയിച്ച് വന്ന ഒരാൾ കൂടിയാണ് സി ജോർജ്. ജനപക്ഷം എന്ന അദ്ദേഹം പാർട്ടിയുമായി മുന്നോട്ട് പോയപ്പോഴാണ് പിന്നീട് NDAയിൽ ചേർന്ന് പ്രവർത്തിക്കാം എന്നൊക്കെ തീരുമാനിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു BJPക്കാരനായി മാറുകയും ചെയ്തു. വളരുന്ന ഒരു പാർട്ടിയാണ് BJP എന്നും BJPയിൽ നിന്നാൽ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ തനിക്ക് ഇനിയും ചെയ്യാൻ സാധിക്കുമെന്നും സി ജോർജ് വിശ്വസിച്ചുകൊണ്ടാണ് മകനും ഷോൺ ജോർജായ സി ജോർജിൻ്റെ മകനും സി ജോർജും BJPയിലേക്ക് വരുന്നത്. അവർ ആക്റ്റീവായി തന്നെ BJPയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കൃത്യമായ ഇടപെടലുകൾ പലപ്പോഴും BJPക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മുഖമെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പലർക്കും സി ജോർജിനെയാണ്. ഇപ്പോൾ എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിരോധത്തിലാക്കാൻ ഷോൺ ജോർജിന് കഴിഞ്ഞു എന്നുള്ളത് BJPക്ക് വലിയൊരു നേട്ടമാണ്. കാരണം ഇല്ലാത്ത സേവനത്തിന് ശശിധരൻ കടത്തയിൽ നിന്ന് 2,70,00,000 രൂപ വീണ വിജയൻ വാങ്ങിയത് എന്തിനാണ്? വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ആ കമ്പനിയുടെ ഇടപാടുകൾ എന്തൊക്കെയാണ്, തുടർന്ന കാര്യങ്ങൾ അന്വേഷിക്കാനായി SFOയെ സമീപിച്ചതും SFO അതിൽ കേസെടുത്തതുമൊക്കെ ഷോൺ ജോർജിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് SFO അതിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ വീണ പ്രതിയാണ് എന്നുള്ളതുകൊണ്ട് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വീണയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് വരെ ഇടയാക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ സി ജോർജും മകനും പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വ്യക്തതകളുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മാത്രമല്ല ലവ് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ട് സി ജോർജ് ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും രംഗത്തെത്തിയപ്പോൾ പല ക്രൈസ്തവ സഭകളിലെ ബിഷപ്പുമാർ സി ജോർജിനൊപ്പം നിന്നു. സി ജോർജ് പറഞ്ഞത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്തെത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും സി ജോർജിന് അർഹിക്കുന്ന സ്ഥാനം നൽകാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം സി ജോർജ് ഇനിയൊരു മത്സര രംഗത്തേക്കുണ്ടാകുമെന്ന് സംശയമാണ്. അദ്ദേഹം ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യത കുറവാണ്. പകരം ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഷോൺ ജോർജ് യുവത്വമാണ്, കുറച്ചുകൂടി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുറച്ചുകൂടി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഷോൺ ജോർജിനെ കാണുന്നത്. കാരണം നിലപാടുകൾ കൃത്യമായി അറിയിക്കുന്ന, വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളായിട്ടല്ല ഷോൺ ജോർജിനെ കേരളത്തിലെ മാധ്യമങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും കാണുന്നത്. പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തതയുണ്ട് ഷോൺ ജോർജിനെന്നാണ്.
പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജിനെ ഗവർണർ പദവിയിലേക്ക് നിയമിക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകുന്നു, അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പോകുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് അമിത്ഷായും മോദിയും നദ്ദയും ഒക്കെ ചേർന്ന് പി സി ജോർജിന് അർഹിക്കുന്ന സ്ഥാനം നൽകാൻ പോകുന്നെന്ന് ഉള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഗോവ, മിസോറാം, നാഗാലാൻഡ് ക്രൈസ്തവർക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യമുള്ള ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ പി സി ജോർജിനെ ഗവർണറായി നിയമിച്ചാൽ ബി ജെ പിക്ക് കുറച്ചുകൂടി കരുത്ത് പകരാൻ, കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്താൻ, കുറച്ചുകൂടി സ്വാധീനം ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പി സി ജോർജിന് കഴിയും എന്ന് കേന്ദ്ര നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. പി സി ജോർജിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ ഒരുപക്ഷെ കെ സുരേന്ദ്രനൊക്കെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്ത് വേണ്ട ഇടപെടലുകൾ പി സി ജോർജിന് വേണ്ടി നടത്തിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും പലരും ഉന്നയിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. അദ്ദേഹം ഗ്രൂപ്പിസത്തിനെതിരായ അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ബി ജെ പിയെ വളർത്തുക, കേരളത്തിൽ പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കുക, പാർട്ടിയെ കൃത്യമായി വളർത്തുക, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കൃത്യമായ സീറ്റുകൾ ലഭിക്കുക എന്നുദ്ദേശത്തോടു കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നതും അതിനുവേണ്ടി പ്രയത്നിച്ചു തുടങ്ങിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് സംസ്ഥാന ബി ജെ പിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കൃത്യമായി അമിത്ഷായ്ക്കും മോദിക്കും നദ്ദയ്ക്കും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്രിമൂർത്തികൾ ചേർന്ന് കേരളത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെ കാര്യത്തിൽ നടത്തിയത്. എന്തായാലും അതേ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് പി സി ജോർജിൻ്റെ കാര്യത്തിലും കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ കൃത്യമായി വെട്ടി തുറന്ന് പറയാൻ പി സി ജോർജിന് കഴിയുന്നുണ്ട് എന്നുള്ളതും അത് ജനങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുന്നു എന്നുള്ളതും ബി ജെ പിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. മാത്രമല്ല ഈ ആര്യ സമാജത്തിലൊക്കെ പോയി അവിടുത്തെ കുട്ടികളോട് സംസാരിച്ചാൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, മതത്തിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് അവരെ മാറ്റിയതും പിന്നീട് എങ്ങനെയാണ് അവർ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പി സി ജോർജ് പറഞ്ഞ് വർഗീയപരമായി ഉണ്ടാക്കിയ ഒരു കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൃത്യമായി പി സി ജോർജിനെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ അത് കേരളത്തിലെയും സംസ്ഥാന ബി ജെ പിയിലും കേന്ദ്ര ബി ജെ പിയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പി സി ജോർജിന് കഴിയും എന്ന് കൃത്യമായി ബി ജെ പി മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പി സി ജോർജിനെ സംബന്ധിച്ച് ഏത് പദവി നൽകിയാലും അത് കൃത്യമായി വിനിയോഗിക്കാൻ കഴിവുള്ള ഒരാളാണ് പി സി ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഗവർണറായി നിയമിച്ചാൽ അത് ബി ജെ പിക്ക് കൂടുതൽ കരുത്ത് പകരും എന്നാണ് ബി ജെ പിയിലെ നേതാക്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജിനെ ഗവർണർ പദവിയിലേക്ക് നിയമിക്കാനുള്ള ആലോചന കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.